ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. 2025 ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റ അല്ലെങ്കിൽ ടോപ്പ് 10 സെല്ലിംഗ് കാർസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 10 കാറുകളിൽ 7 കാറുകളും വരുന്നത് ഒരു സെയിം ബ്രാൻഡിൻ്റെയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാസഞ്ചർ കാറുകൾ നിർമ്മിക്കുന്നതിൽ നമ്പർ 1 ആയിട്ടുള്ള അല്ലെങ്കിൽ 40% മാർക്കറ്റ് ഷെയറുള്ള മാരുതി സുസുക്കിയുടെ വാഹനങ്ങളാണ് ഈ 10 കാറുകളിൽ 7 ബാക്കി ഹൂണ്ടായും അതുപോലെ തന്നെ ടാറ്റയുമാണ്. ആദ്യത്തെ പൊസിഷനിൽ വരുന്നത് മാരുതി സുസുക്കിയുടെ ഫ്രോൺസ് ആണ്. 21,431 യൂണിറ്റുകളാണ് ഫെബ്രുവരി മാസത്തിൽ ഫ്രോൺസ് വിറ്റഴിച്ചത്. 8,90,800 രൂപ മുതൽ 15,76,000 രൂപ വരെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പെട്രോൾ ഇന്ധനത്തിലും CNGയിലും ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനുണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുണ്ട്. സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് മാരുതി സുസുക്കിയുടെ തന്നെ വാഗണർ ആണ്. 19,878 യൂണിറ്റുകളാണ് ഫെബ്രുവരിയിൽ ഈ ഒരു വാഹനം വിറ്റത്. ഓൺ റോഡ് പ്രൈസ് വരുന്നത് 6,73,000 രൂപ മുതൽ 8,92,200 രൂപ വരെയാണ്. പെട്രോൾ, CNG തുടങ്ങിയ ഇന്ധനങ്ങളിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. നമുക്ക് ഈ ഒരു വാഹനം 1 ലിറ്റർ എഞ്ചിനിലും അതുപോലെ തന്നെ 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനിലും അവൈലബിൾ ആണ്. മൂന്നാമത്തെ പൊസിഷൻ വരുന്നത് ഹൂണ്ടയുടെ ക്രെറ്റയാണ്. ക്രെറ്റ നമുക്കറിയാം, EVയിലും ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഫ്യൂവലിലും ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,52,000 രൂപ മുതൽ 26,23,000 രൂപ വരെയാണ്. 16,317 യൂണിറ്റാണ് ഫെബ്രുവരി മാസത്തിൽ ക്രെറ്റ സെയിൽ നടന്നത്. അടുത്തത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. 16,269 യൂണിറ്റുകളാണ് സെയിലായിട്ട് ഫെബ്രുവരി മാസത്തിൽ നടന്നത്. ഓൺ റോഡ് പ്രൈസ് വരുന്നത് 7,70,800 രൂപ മുതൽ 11,40,800 രൂപ വരെയാണ്. പെട്രോളിലും അതുപോലെ തന്നെ CNGയിലും ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും മാനുവലിലും നമുക്ക് വാഹനം ലഭിക്കുന്നുണ്ട്. അടുത്ത പൊസിഷനിൽ വരുന്നത് മാരുതി സുസുക്കിയുടെ തന്നെ ബലേനോ ആണ്. 15,480 യൂണിറ്റാണ് ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടന്നത്. ഓൺ റോഡ് പ്രൈസ് വരുന്നത് 8,02,000 രൂപ മുതൽ 11,80,000 രൂപ വരെയാണ്. പെട്രോൾ, CNG തുടങ്ങിയ ഫ്യൂവലിൽ നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ്. മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലും ഈ വാഹനം നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. അടുത്തത് വരുന്നത് മാരുതി സുസുക്കിയുടെ തന്നെ ബ്രസയാണ്. SUV സെഗ്മെന്റിൽ നല്ല സെയിലുള്ളൊരു വാഹനം തന്നെയാണ് ബ്രസ എന്ന് പറയുന്നത്. 15,392 യൂണിറ്റാണ് വാഹനം വിറ്റത് ഫെബ്രുവരി മാസത്തിൽ. വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 10,37,000 രൂപ മുതൽ 17,15,000 രൂപ വരെയാണ്. പെട്രോൾ, CNG തുടങ്ങിയ ഫ്യൂവലിൽ നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. ബ്രസ അത്യാവശ്യം SUV സെഗ്മെന്റിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനമാണ്. അത്യാവശ്യം ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ ലോഡഡ് ആണ്. അടുത്ത് വരുന്നത് ടാറ്റയുടെ നെക്സോൺ ആണ്. ടാറ്റ നെക്സോണെ കുറിച്ച് നമുക്കറിയാം, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വെഹിക്കിളാണ് ടാറ്റ നെക്സോൺ എന്ന് പറഞ്ഞ്. ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ 15,349 യൂണിറ്റാണ് ഫെബ്രുവരി മാസത്തിൽ സെയിൽ നടന്നത്. ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,54,000 രൂപ മുതൽ 19,25,000 രൂപ വരെയാണ്. പെട്രോൾ, ഡീസൽ, CNG അതുപോലെ തന്നെ EVയിലും നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റി, ഫീച്ചേഴ്സ്, കുഴപ്പമില്ലാത്തൊരു എൻജിനൊക്കെയാണ് വരുന്നത്. പക്ഷേ കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് കൃത്യമായി സോർട്ട് ഔട്ട് ചെയ്ത് കസ്റ്റമർക്ക് ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി വണ്ടി കൊടുക്കുന്ന ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ടാറ്റ കുറച്ച് പുറകിലാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സർവീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് മനസമാധാനം പോകും എന്നൊരു സന്തോഷം കൂടി ടാറ്റ എടുത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് വരുന്നത് നെക്സോൺ കഴിഞ്ഞ് എർട്ടിഗയാണ് അടുത്ത പൊസിഷനിൽ വരുന്നത്. എർട്ടിഗ നമുക്കറിയാം 7 സീറ്റർ സെഗ്മെന്റിൽ ഒരു വലിയ ബഡ്ജറ്റ് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റുന്ന ഒരു നല്ല വെഹിക്കിളാണ് എർട്ടിഗ എന്ന് പറയുന്നത്. 14,868 യൂണിറ്റാണ് ഈ ഒരു വാഹനം ഫെബ്രുവരി മാസത്തിൽ സെയിൽ നടന്നത്. ഓൺ റോഡ് പ്രൈസ് വരുന്നത് എർട്ടിഗയ്ക്ക് 10,55,000 രൂപ മുതൽ 15,94,000 രൂപ വരെയാണ്. പെട്രോളിലും അതുപോലെ തന്നെ പെട്രോൾ പ്ലസ് CNG ഓപ്ഷനിലും നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ്. മാനുവൽ ട്രാൻസ്മിഷനുണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുണ്ട്. അത്യാവശ്യം 7 പേർക്ക്
കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ റിയർ സീറ്റ് ആയാലും ശരി, പഴയ എർട്ടിഗയുടെ സ്ട്രക്ചറുമായി വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യത്യാസം ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റുകൾ ഇരുന്നാൽ നമുക്ക് മനസ്സിലാവും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. നമുക്ക് അത്യാവശ്യം റിയർ സീറ്റൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബൂട്ട് സ്പേസും ലഗേജും കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സെറ്റപ്പാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത് വരുന്നത് ഡിസൈറാണ്. ഡിസൈറിനെ കുറിച്ച് അറിയാം. മാരുതി സുസുക്കിയുടെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗിൽ വരുന്ന വാഹനമാണ് ഡിസൈർ എന്ന് പറയുന്നത്. 14,694 യൂണിറ്റാണ് ഫെബ്രുവരിയിൽ വിറ്റത്. ഓൺ റോഡ് പ്രൈസ് വരുന്നത് 8,18,000 രൂപ മുതൽ 12,43,000 രൂപ വരെയാണ്. ഈ ഒരു വാഹനം നമുക്ക് പെട്രോളിലും CNG ഓപ്ഷനിലും അവൈലബിൾ ആണ്. പഴയ ഡിസൈറിനെ വെച്ച് നോക്കുമ്പോൾ പുതിയ ജനറേഷനിൽ എഞ്ചിനിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു. 4 സിലിണ്ടർ എഞ്ചിനല്ല ഇപ്പോൾ ഉള്ളത്, 3 സിലിണ്ടർ എഞ്ചിനാണുള്ളത്. അതിൽ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലും ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. അടുത്തത് വരുന്നത് ടാറ്റയുടെ തന്നെ പഞ്ചാണ്. പഞ്ച് കഴിഞ്ഞ മാസത്തിൽ കുറച്ചും കൂടി ഭേദപ്പെട്ട ഒരു സെഗ്മെൻറ്റിലാണ്, അല്ലെങ്കിൽ ഭേദപ്പെട്ട ഒരു പൊസിഷനിലായിരുന്നു ഈ ഒരു 10 ലിസ്റ്റിലുണ്ടായത്. ഇപ്പോൾ കുറച്ചും കൂടി ബാക്കിലേക്ക് ഇറങ്ങി. പഞ്ച് 14,559 യൂണിറ്റാണ് ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടന്നത്. 7,44,000 രൂപ മുതൽ 12,58,000 രൂപ വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമുക്കിത് പെട്രോൾ ഇന്ധനത്തിലും അതുപോലെ തന്നെ പെട്രോൾ പ്ലസ് CNGയിലും അവൈലബിൾ ആണ്. EV പഞ്ചിൻ്റെ സെപ്പറേറ്റ് സെഗ്മെൻ്റ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. EVയിലും കൂടി ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. ടാറ്റയുടെ നെക്സോണും EVയിലുണ്ട്. ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. നമ്മൾ EV സെഗ്മെൻറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇന്ധനവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വാഹനം കൊണ്ടു നടക്കാൻ കഴിയും. ആ ഒരു റേഞ്ചിൽ ഓടിക്കുന്ന, ഡെയിലി ഓടിക്കാൻ പറ്റുന്ന കിലോമീറ്ററുള്ള ആൾക്കാർ, അതായത് ഒരു ഡെയിലി ഒരു 50 കിലോമീറ്ററൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് EV എന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റയുമായി ബന്ധപ്പെട്ട് ടാറ്റയുടെ പഞ്ചും നെക്സോണും സേഫ്റ്റി റേറ്റിംഗിൽ വളരെയധികം, അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വെഹിക്കിളാണ്. പിന്നെ സർവീസിലാണ് ആ ഒരു ഇഷ്യൂ ഉള്ളത്. അത് സോർട്ട് ഔട്ട് ചെയ്ത് വരും വർഷങ്ങളിൽ അപ്ഡേഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ടാറ്റ ഇപ്പോൾ മെയിനായിട്ട് സെയിൽസാണ്. വാഹനങ്ങളെ ഇങ്ങനെ വിറ്റ് സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വളരെ സ്പീഡായിട്ട് പോകുന്നത്. പക്ഷേ സർവീസിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ലാഗ് ഉണ്ടാവും എന്ന കാര്യം തീർച്ചയാണ്. അപ്പോൾ ഈ 10 കാറുകളാണ് ഫെബ്രുവരി മാസത്തിലെ ടോപ്പ് 10 സെല്ലിംഗ് കാർസ് ആയിട്ട് വരുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന കാറുകൾ. ഇതിൽ 10 7 നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മാരുതി സുസുക്കിയുടെ വാഹനങ്ങളാണ്. ആ ഒരു പൊസിഷനിലേക്ക് വരാനുള്ള കാരണങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഒന്ന് അഫോർഡബിലിറ്റി ആണ്, രണ്ടാമത്തെ റിലയബിലിറ്റി ആണ്, അതുപോലെ തന്നെ ഫ്യൂൽ എക്കണോമിയിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വെഹിക്കിൾസ് ആണ് മാരുതി പുറത്തിറക്കുന്നത്. നെറ്റ്വർക്കും സർവീസ് നെറ്റ്വർക്കും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. സ്പെയർ പാർട്സിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആ 10 കാറുകളുടെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.